വേൾഡ് ഹെൽത്ത് ഡേ, അതായത് ലോക ആരോഗ്യ ദിനത്തിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയട്ടെ. നമ്മുടെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികൾ വളരെ നന്നായിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. ഇനിയും പരിപാടികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ശാരീരികവും മാനസികവും സാമൂഹികവും, അതായത് സോഷ്യൽ, പിന്നെ വേണമെങ്കിൽ സ്പിരിച്വൽ, ആത്മീയവും പറയാം. അപ്പൊ അതില് ഈ മാനസികത്തിന്റെ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ആരോഗ്യമായിട്ടിരുന്നാലേ നമുക്ക് മനസ്സിനൊരു സന്തോഷവും ആരോഗ്യവും കിട്ടും. പിന്നെ ഈ സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമൂഹികം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും അപേക്ഷിച്ച് ശക്തി കുറഞ്ഞ ഒരു ജീവിയാണ്. അപ്പൊ അത് മുന്നേറിയത് സോഷ്യലായിട്ട് ഉള്ള ഒരു കെട്ടുറപ്പുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ ആരോഗ്യം, അതായത് സാമൂഹിക ആരോഗ്യവും പ്രാധാന്യം അർഹിക്കും. പിന്നെ ഉള്ളത് സ്പിരിച്വൽ. ഈ സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇവിടെ ഇരിക്കുന്നു എന്ന് ആരെങ്കിലും പറയുക, അവിടെ അതിനെപ്പറ്റി ആരാധിക്കുക, അല്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടാൻ ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറയുക, അത് ചെയ്യുക, അതൊന്നും അല്ല സ്പിരിച്വൽ. സ്പിരിച്വൽ ഇസ് നാം നമ്മിലോട്ട് തന്നെ നോക്കുന്ന ഒരവസ്ഥ. അതിനെപ്പറ്റി പറയാനായിട്ട് ഈ ഒരവസരം ഞാൻ വിനിയോഗിക്കുന്നില്ല, അത് മറ്റൊരവസരത്തിലാവാം. ഈ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ മറ്റ് സന്തോഷങ്ങൾക്കായിട്ട് നമ്മൾ ആരോഗ്യത്തെ ത്യജിക്കുന്നു. നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളതാണ്. അവസാനം ആരോഗ്യം നശിക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഫിസിക്കൽ, അതായത് ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ട ഒരു 4-5 കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സംസാരം അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനം ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതിലെന്താ ഇത്ര പ്രാധാന്യമെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മിക്കവാറും കേട്ടിട്ടുള്ളത്, നിങ്ങൾ ചെറുപ്പക്കാരായ കുട്ടികളായതുകൊണ്ട് സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ട് ഒരുപാട് വെള്ളം ആവശ്യമുണ്ടെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വയസ്സായ ആളുകളാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, അതായത് നമ്മളെ ടോയ്ലറ്റിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണമെന്ന് പറയും. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്, പ്രിവെൻഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രോക്ക്, പക്ഷാഘാതം, അത് മിക്കവാറും എല്ലാവർക്കും രാവിലെ എണീക്കുമ്പോഴാണ് ഈ ചുണ്ട് കോടുന്നതായിട്ടൊക്കെ തോന്നുന്നത്. അതായത് രാവിലെയാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ഈ പക്ഷാഘാതം ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നമ്മൾ വെള്ളം കുടിക്കാതെ കിടന്ന് നമ്മുടെ ശരീരം ഒരുവിധം നിർജ്ജലീകരണം ആയി കഴിയുമ്പോൾ ഈ രക്തത്തിന് ഒഴുക്കിന് ഉള്ള ഒരു ഫ്ലൂയിഡിറ്റി ഇല്ല. അപ്പോൾ ഒഴുക്കൊന്ന് കുറയുമ്പോൾ അവിടെ രക്തം കട്ട പിടിക്കും, അങ്ങനെ നമുക്ക് സ്ട്രോക്ക് വരും. അതുപോലെ തന്നെ ഈ വയറിളക്കം വരുമ്പോഴും ഈ നിർജ്ജലീകരണം വളരെ ഗൗരവമായിട്ട് സംഭവിച്ചാൽ നമ്മുടെ കിഡ്നിയിലോട്ടുള്ള രക്തപ്രവാഹം കുറയും. ശരീരം അതങ്ങ് കുറയ്ക്കുന്നില്ല. കാരണം ഇനിയും മൂത്രമായിട്ട് ഇനിയും വെള്ളം നഷ്ടപ്പെടരുതല്ലോ എന്ന് വെച്ചിട്ട് രക്തപ്രവാഹം കിഡ്നിയിലോട്ട് അങ്ങ് കുറയ്ക്കും. അങ്ങനെ കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പോൾ എല്ലാ രീതിയിലും വെള്ളത്തിന്റെ പ്രാധാന്യം അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഇനി രണ്ടാമത് സമീകൃത ആഹാരമാണ്. ഈ സമീകൃത ആഹാരത്തെ പറ്റി പറയാൻ അത് തന്നെ ഒരു അരമണിക്കൂറിന്റെ കാര്യമുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. ഈ സമീകൃതം എന്നൊക്കെ ആലോചിക്കുന്നതിനേക്കാളും വിശപ്പുള്ളപ്പോൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പല വലിയ ഹോട്ടലുകളിലും ചെന്നിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടുത്തെ ഗസ്റ്റുകൾ അവിടുത്തെ ആംബിയൻസിനെ പറ്റി അഭിപ്രായം പറയുന്നു. ഈ കൊണ്ടുവരുന്ന പ്ലേറ്റിലെ ഡിഷുകൾ പ്ലേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഭംഗിയെ പറ്റി അഭിപ്രായം പറയുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? വിശപ്പില്ല, അവർ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. വിശപ്പില്ലാതെ കഴിച്ചാൽ രോഗം വരും. വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. ആവശ്യമുണ്ടെന്ന് ശരീരം നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കും, നമുക്ക് വിശക്കും, അപ്പൊ കഴിക്കുക. അതാണ് ശരിയായ മാർഗം. പിന്നെ വ്യായാമം പറ്റുമെങ്കിൽ എല്ലാ ദിവസം, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നമ്മളൊരു 30 മിനിറ്റ് വ്യായാമം ചെയ്യണം. ഒരു അതികഠിനമായ വ്യായാമം ഒന്നും വേണ്ട, സാധാരണ പോലെ ഒരു ബ്രിസ്കായിട്ട് നടക്കുക, ജോഗിങ്, അങ്ങനെയൊക്കെ. ഇത് ശ്വാസകോശത്തിനും ഹൃദയത്തിനും എല്ലാം നല്ലതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ അത് കൂടാതെ ഉദാഹരണം ഒരു ഡയബറ്റിസ് വരാനുള്ള സാധ്യത കുറയ്ക്കും. ഡയബറ്റിസ് വന്നിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഡയബറ്റിസിന്റെ മരുന്നുകൾ കുറയ്ക്കാൻ പറ്റും. അതിനേക്കാളും പ്രധാനം ഡയബറ്റിസ് വരാതിരിക്കാനും ഇത് കുറേ നല്ലതാണ്. കാരണം ഈ ഡയബറ്റിസിൽ ഇൻസുലിൻ എന്നുള്ള ഒരു ഹാർമോൺ ഉണ്ട്. അതിന്റെ ഒരു പ്രവൃത്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഷുഗർ, അതായത് പഞ്ചസാരയുടെ അംശം,
അത് നമ്മുടെ കോശങ്ങളിൽ കയറാൻ സഹായിക്കുന്നത് ഇൻസുലിനാണ്. ഇൻസുലിൻ ഇല്ലെങ്കിൽ അതിന് കോശത്തിന് കയറാൻ പറ്റൂല. അപ്പൊ അത് രക്തത്തിൽ തങ്ങി നിന്ന് വല്ലാതെ ബ്ലഡ് ഷുഗർ കൂടും. അതേസമയം വ്യായാമം ചെയ്താലോ, വ്യായാമം ചെയ്താൽ ഇൻസുലിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ പഞ്ചസാര നമ്മുടെ കോശങ്ങൾക്കകത്തോട്ട് കയറും. അപ്പൊ നമ്മുടെ പാൻക്രിയാസിന്, അതായത് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഗ്രന്ഥിക്ക് അനാവശ്യമായിട്ട് ജോലി ചെയ്യണ്ട. അപ്പൊ അത് കുറെ നാൾ കൂടെ ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും വ്യായാമം നല്ലതാണ്. പിന്നെ വിശ്രമം ഏറ്റവും പ്രധാനമാണ്. ഈ വ്യായാമം ചെയ്യുന്നത് തന്നെ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ, ദിവസവും 100 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിരുന്ന ആള് മരിച്ചുപോയി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്രമിക്കണം. വിശ്രമിക്കാൻ സമയമില്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ പോകരുത്. വ്യായാമം ചെയ്ത് വിശ്രമിക്കണം. കാരണം വ്യായാമം കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന് കുറെ റിപ്പയർ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതിന് സമയം കൊടുക്കണം. നമ്മൾ കാറൊക്കെ സർവീസ് ചെയ്യുന്നെന്ന് പറയും പോലെ വ്യായാമം ചെയ്ത ഭാഗങ്ങൾ സർവീസ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ശരീരം തന്നെയാണ് ചെയ്യുന്നത്, അല്ല വേറൊരാളല്ല ചെയ്യുന്നത്. അപ്പൊ അതിന് ശരീരത്തിന് കംപ്ലീറ്റ് ഒരു റെസ്റ്റ് കൊടുക്കാനായിട്ട് വിശ്രമിക്കണം. അപ്പൊ വിശ്രമം ഏറ്റവും പ്രധാനം ഉറക്കമാണ്. ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു വ്യായാമത്തിന് പ്രയോജനമില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് മുഴുവൻ സമയവും ജോലി തിരക്കായ ഒരാള് അതിനിടയിൽ ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യാം എന്ന് വിചാരിച്ചാൽ കാര്യമില്ല. കാരണം അവൻ ഉറങ്ങുന്നേ ഇല്ല. രാത്രി ഉറക്കമില്ലാണ്ട് പണി ചെയ്യുന്ന ഒരാള് എന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു അരമണിക്കൂർ വ്യായാമം കൂടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം. വ്യായാമം ചെയ്യുകയും അതിനനുസരിച്ച് വിശ്രമിക്കുകയും കൂടെ ചെയ്യണം. മാനസിക പിരിമുറുക്കങ്ങൾ അത് കുറച്ചാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നന്നാവുള്ളൂ. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ പറയൂലേ, ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷർ, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, പൊണ്ണത്തടി, ഇതൊക്കെ നമ്മൾ ആഹാരം കൊണ്ടാണെന്ന് പറയും. ആഹാരം കൊണ്ടൊന്നുമല്ല, ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദം കൊണ്ടാണ് നമ്മുടെ മിക്കവാറും എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ഉണ്ടാവും. അപ്പൊ അതിന് നമ്മുടെ മനസ്സിന് ഏകാഗ്രപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. അതിപ്പോ യോഗയായാലും ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയോ ഏത് രീതിയിലാണ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. പിന്നെ മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ട്. ഈ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയോ അങ്ങനൊന്നുമല്ല, നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കുക. അതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ മറ്റ് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാൻ നമ്മൾ പഠിക്കും. കാരണം മനസ്സിനെ നമ്മൾ ഒരു പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് ഈ എബിലിറ്റി, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മുടെ ടാസ്കിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, അത് പഠിത്തമാകാം വേറെന്തോ ആകാം, അതിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട്സ് വരും. അപ്പൊ ഈ പറഞ്ഞ മാതിരി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ മെഡിറ്റേഷൻ ഉപകാരപ്പെടുമെന്നുള്ളതോടൊപ്പം അത് നമുക്ക് ഒരു ട്രെയിനിങ് ആണ്. നമ്മുടെ ടാസ്ക് അറ്റ് ഹാൻഡ്, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് എങ്ങനെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ ബാഹ്യമായ ഇൻഫ്ലുവൻസുകൾ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും, അതും ഒരു നല്ല ട്രെയിനിങ് ആയിരിക്കും. നമ്മൾ സാധാരണ പറയാത്ത ഒരു കാര്യമാണ് സൺലൈറ്റ്. നമ്മുടെ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും, അതിപ്പോ എനർജി ആയാലും നമ്മുടെ പ്ലാന്റ് സസ്യങ്ങളുടെ ഫോട്ടോസിന്തസിസ് ആയാലും എല്ലാത്തിനും സൺ വേണമല്ലോ. അതേമാതിരി നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശം വേണം. പക്ഷെ നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിലൊന്നും ഇറങ്ങാറില്ല, ഇറങ്ങിയാൽ തന്നെ സൺസ്ക്രീൻ ഇട്ടിട്ടേ ഇറങ്ങുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ഇച്ചിരി വിറ്റമിൻ ഡി ചിലപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കേണ്ടി വരും. അതായത് പ്രിവെന്റീവ് മെഡിസിൻസ് കഴിക്കുക. അപ്പൊ അത് പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, അത് നമുക്ക് തന്നെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഈ നിൽക്കുന്ന സിസ്റ്റർമാർ തന്നെ പറഞ്ഞു തരും നിങ്ങൾക്ക്. അതനുസരിച്ച് നമ്മൾ സ്വയം ചെയ്ത് പഠിക്കണം. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗർഭാശയ മുഖത്തെ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് പീരിയോഡിക്കായിട്ട് വർഷം തോറും പരിശോധനയുണ്ട്, അത് ചെയ്യണം. അങ്ങനെ പീരിയോഡിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ വാക്സിനുകൾ, രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇത്തവണത്തെ നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ, അതായത് ഈ വേൾഡ് ഹെൽത്ത് ഡേയുടെ മുദ്രാവാക്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്കറിയാം, നമുക്ക് അവകാശത്തിനെ പറ്റി മാത്രമേ ബോധമുള്ളൂ, കടമയെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിലും അത് ശരിയാണ്. നമ്മൾ അവകാശത്തിനെ പറ്റി, നമ്മുടെ അവകാശമാണ്
എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. അതിനുവേണ്ടി ഒരുപാട് ആശുപത്രി ഉണ്ടാക്കണമെന്ന് പറയും. പക്ഷേ നമ്മുടെ കടമ നിർവഹിക്കില്ല. എന്താ നമ്മുടെ കടമ? നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ സംരക്ഷിക്കണം. അതാണ് കടമ. ആ കടമ ചെയ്യാതെ എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ മുദ്രാവാക്യത്തിന് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്റെ കടമ എന്ന രീതിയിൽ അത് മോഡിഫൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന എൻ്റെ കുട്ടികൾക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.